ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. മഞ്ചേരിയിൽ മൂന്നാറിനൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അവിടേക്കൊന്ന് പോയേക്കാം. ഇപ്പോൾ ഏകദേശം ടൈം 6:15 പുലർച്ചെ 6:15. അന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ എൻ്റെ ഒപ്പം ഒരു ചങ്ങായി ഉണ്ട്, ഓനെ കൂടി കൂട്ടാം. ഓക്കെ, നമുക്ക് ഓനെ വിളിക്കാൻ പോവാം. എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് തോന്നണം. ഓനോട് 6 മണിക്ക് ഒരുങ്ങിക്കാൻ പറഞ്ഞതാണ്. എന്തായാലും നമുക്കൊന്ന് പോയേക്കാം. നാട്ടിൽ തന്നെയാണ് കേട്ടോ, നമ്മൾ കുറച്ച് പോയാൽ മതി അവൻ്റെ വീട്ടിലേക്ക്. അത് എണീച്ചിട്ടുണ്ടാവോ? ലേശം മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. റെഡിയായി നിൽക്കണേ, അല്ലെങ്കിൽ അത് പണി കിട്ടും. അവിടെ നേരത്തെ എത്തിയാലാണ് നല്ലൊരു കാഴ്ച ഉണ്ടാവുള്ളൂ. എന്താ വരുന്നത്? ഇവനെ കിട്ടി. ഇനി എന്തായാലും ഇവിടുന്ന് പിന്നെ കുളിച്ചൊക്കെ റെഡിയായി സെറ്റായി പോരാണ്. ഇവനെന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം എത്രയാടാ? 6:30. കുറച്ച് നേരം വൈകിട്ടുണ്ട്. അവർ 6:30 ആകുമ്പോൾ എത്താനായിരുന്നു പ്ലാന്. ഇനിയിപ്പോൾ മുന്നോട്ട് പോവാം. ഇവനാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് കേട്ടോ. ഇവനെ കൂട്ടാനായിരുന്നു വന്ന്. എന്തായാലും നമുക്ക് പോയേക്കല്ലേ. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും നമുക്ക് പോവാം. നമുക്ക് ഇതിലേക്കൊന്ന് എണ്ണ അടിക്കണം. എന്നിട്ട് ഈ എണ്ണ കുറവാണ്. വരുന്നവരാണെങ്കിൽ ഇവിടെ അരീക്കോട് റോഡിന് തിരിഞ്ഞാണ്ടൊരു ഹോട്ടൽ, അതിൻ്റെ കോഴിക്കോട് റോഡിൽ നിൽക്കാം. അതിലൊന്ന് പോയവരാ. റോഡല്ലേ?
ലെഫ്റ്റിക്കല്ലേ? ഒടുക്കത്തെ വളവണെന്തോ ക്ഷേത്രമാണോ അതല്ലേ? ക്ലോസ്ഡ് അല്ലേ? ചെറിയ വാഹനല്ലേ പോയേക്കാം. നല്ല പണി കിട്ടി. നമുക്ക് നേരെ പോയി തന്നെ പോലെ. ഇതൊരു അമ്പലമാണ് കേട്ടോ. ശശിയായിട്ടോ. ഇവിടെ ടൈം പോയി. അയ്യോ സാരല്ല. നമ്മൾ വന്ന വഴി തെറ്റിയതല്ല, അടച്ചതാണ്. അപ്പൊ നമുക്ക് നേർവഴി പോവാം. ടൈമൊന്ന് ലാഭിക്കാനും വേണ്ടിയായിരുന്നു. സാരല്ല. നമ്മൾ നിലമ്പൂർ റൂട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വലത്തോട്ട് കോഴിക്കോട് റോഡിൽ കയറാം. കോഴിക്കോട് റോഡിൽ കയറിയിട്ട് നേരെ പോവാം. നമ്മളൊരു ഷോട്ട് വന്നതല്ലേ, ആ വഴി ഇങ്ങോട്ടാണ് ചാടുന്നത്. അവിടെ ക്ലോസ് ആക്കിയതാണ് കേട്ടോ. അത് അമ്പല റോഡായോണ്ടേ ക്ലോസ് ആക്കിയതാണ്. ഇവിടുന്ന് വലത്തോട്ട് കേട്ടോ. ഇത് കൊണ്ടോട്ടി റോഡാണ്. കൊണ്ടോട്ടി മൊറയൂര് ഒക്കെ ആ സൈഡിലുള്ള റോഡാണ്. അങ്ങനെ നമ്മളെ ഒരു വലത്തോട്ട് ഇത് എങ്ങോട്ടുള്ള യൂണിറ്റ് കോളേജിലെ കോളേജിലുള്ള. അപ്പോൾ നമ്മൾ അല്ലേ യൂണിറ്റി വുമൻസ് കോളേജിൻ്റെ അടുത്തെത്തി. മഞ്ചേരി എന്താ കൊരമ്പയിലോ? കൊരമ്പയിൽ യൂണിറ്റ് അങ്ങോട്ടോ. അപ്പം നമ്മൾ എത്തിയോ? ഇതാണ് സ്ഥലം അല്ലേ? ഇവിടെ മൂട്ടിയൊക്കെ ചെയ്യുകയാണ്. അപ്പൊ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം എത്ര 7 മണിയായില്ലേ? 7 മണിയായി. ഇതാണ് സ്ഥലം. ഇവിടെ ഇന്ന് സൺഡേ ഉണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മേലേക്ക് കയറിയേക്കാം അല്ലേ? എന്താണ് ഈ പാർക്കിംഗ് അല്ല സ്ഥലം, പാർക്കിംഗ് ഇവിടെയാണ്. അത്യാവശ്യം കോടുണ്ട്. പോയാൽ ഇവിടെ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഹെൽമെറ്റ് വണ്ടിയും വെച്ച് പോരുത്. തിരഞ്ഞു നോക്കേണ്ട അവസ്ഥയാവും. അപ്പോൾ മാക്സിമം നമ്മളെ കയ്യിൽ വെക്കുക, അതാവും നല്ലത്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കയറി പോവാണ്. അത്യാവശ്യം നല്ല കയറ്റുണ്ട്. ഇത് കോട ഇറങ്ങണം. അപ്പം ഞങ്ങൾ കയറി ഇങ്ങനെ പോവാട്ടോ. കുറച്ച് കയറണം, കുത്തനെല്ലാം കയറ്റാണ്. അടിപൊളി വ്യൂ അല്ലേ? വേറൊരു കാര്യം പറഞ്ഞാൽ ഇവനാദ്യം വന്നതാണ്, ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായത് വഴിയൊക്കെ പറഞ്ഞ ഒരാളായി, അല്ലെങ്കിൽ വെറുതെ നട്ടം തിരിഞ്ഞെങ്ങനെ നേരം പോകും. കുഴങ്ങി കേട്ടോ, ഒരുപാട് കാണാം. ഞങ്ങൾ വന്ന വഴി ഒന്ന് കാണിക്കാം. ഇതാണ് ഇപ്പം ഇതുവരെ കയറിയത്. ഇനിയും കയറണടാ. ഇതിൽ നേരെ
അയ്യോ ഒരുപാട് കയറി, ഒരുപാട് കയറി ഇപ്പോഴും അല്ലേ. ഇനി ഉണ്ടല്ലോ കയറാം. നോക്ക് ഗൈസ്, ഇനിയുണ്ട് കയറാം. മൊത്തം കോടയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് കയറുമെന്ന് ഞങ്ങൾക്ക് സംശയമല്ലേ. പിന്നെ ചേട്ടൻ നോക്ക് പറ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് താഴ്ന്നുള്ള വ്യൂ? ഇവിടെ തന്നെ അല്ലേ. ഞങ്ങൾ കുറച്ച് നേരം വൈകിയാണ് വന്നത്, എന്നാലും കോട പോയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ കോട പോയാൽ അടിഭാഗം കാണാൻ പറ്റുള്ളൂ അല്ലേ. മഞ്ചേരി മൊത്തം കാണുന്ന പറഞ്ഞു. മാസ്ക് കേട്ടോ, അവിടെ ഒരുപാട് ആളുണ്ട്. ഞാൻ എന്തായാലും എത്തിയണേ. ഇവിടെ ടെൻ്റൊക്കെ കെട്ടി സെറ്റപ്പായാണ് ചെക്കൻ. പഴങ്ങി ഇവിടെ വരുന്നവർക്ക് പറഞ്ഞാൽ ടിപ്സ് പറയാൻ മാത്രമൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കുക. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോയേക്കടോ. കാടാണ് കേസ്. നമുക്കെന്തായാലേ മാസ്ക് ഇടാം. കുറേ ആൾക്കാർ ബാക്കിൽ കൂടെ പോകണുണ്ടോ. ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരു നേരം കേട്ടോ. കണ്ടോ അവിടെ ചെക്കന്മാർ ടെൻ്റൊക്കെ അടിച്ചുണ്ടോ. ആ കാട്ടിലായതുകൊണ്ട് കാണൂല. ഇല്ല, പക്ഷെ അവിടെ ഒക്കെ കോടായിട്ട്. ഇതാണ് കേട്ടോ മഞ്ചേരി സിറ്റി, ഫുള്ള് സിറ്റിയാണത് മഞ്ചേരി. ഇന്ത്യൻ മാളല്ല കാണുന്നത്. അവിടെ ഇന്ത്യൻ മാള് അങ്ങനെ കുറേ ഉണ്ട്. ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല, ഒരുപാട് ദൂരെയാണ് ആ സൈഡാണ്. ഇന്നൊന്നാമത് തിരക്കാണ്, ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ ഒരുപാട് ആളുണ്ട് അല്ലേ. ഓരോരുത്തരിങ്ങനെ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. കോട ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എന്നാലും സൂര്യനെ കണ്ടു അങ്ങനെ. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല അല്ലേ. നമ്മളെ നാട്ടിൽ ഇങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇപ്പോഴാണ് അറിയണം കേട്ടോ. ഇവൻ പോയപ്പോഴാണ് എന്നോട് പറഞ്ഞേ. അപ്പോൾ അല്ലേ കുറച്ച് കയറണമെന്നുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചെക്കന്മാർ ഇതാ ഇവിടെ ടെൻ്റൊക്കെ അടിച്ചാണ്ട് അങ്ങനെ കുറേ വേണമെങ്കിൽ നിൽക്കുക അല്ലേ. വൈകുന്നേരം ഒരു 6 മണി 7 മണി ഒക്കെ ആകുമ്പോൾ ഈ മലയ്ക്ക് കയറുക, എന്നിട്ട് ടെൻ്റ് അടിച്ച് നിന്നാണ്ട് രാവിലെ പോയാലും മതി. നല്ലൊരു ഫീലാവും. കോടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുണ്ട്. പിന്നെ പറഞ്ഞാൽ പാമ്പുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും. കാടൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല. ഏകദേശം ആൾക്കാരൊക്കെ പോയിട്ടോ ഇവിടുന്ന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ ഒക്കെ ഉണ്ട്. അത് കോട പോയിട്ടേ, കോട പോയാൽ നമുക്ക് ശരിക്ക് കാണാൻ പറ്റും. ഇപ്പം എത്ര ടൈം? 7:30. എന്നാലും കുഴപ്പമില്ലാത്തല്ലേ, കോട ഇങ്ങനെ ഇറങ്ങണുള്ളൂ. നല്ല കാറ്റോടെ ഇവിടെ അല്ലേ, നല്ല കാറ്റുണ്ട്. അതേപോലെ വൈകുന്നേരമോ? ഇവൻ വൈകുന്നേരം ഒന്ന് വന്നേന്ന്. ആ കാണുന്നതാണ് വുമൻസ് കോളേജ് കേട്ടോ, മഞ്ചേരിയിലെ യൂണിറ്റി അല്ലേ, യൂണിറ്റി വുമൻസ് കോളേജ്. ഇവിടുന്ന് നോക്കിയാൽ എല്ലാതും മൊത്തമായിട്ട് കാണാം. ഇവിടുന്നും പിന്നെ നമ്മളെ മറ്റേ അപ്പുറത്തെ സൈഡിൽ നിന്ന് അല്ലേ നല്ല തണുത്ത കാറ്റടിക്കണ്ടേ. പിന്നെ അവിടെ ഈ താഴെയൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഓരോന്ന് കാണുമല്ലോ, ഈ കാടിൻ്റെ ഉള്ളിലായത് കുറേ ചെക്കന്മാരും കുറേ കണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ആദ്യത്തെ ട്രാവൽ വീഡിയോ ആണ്, അപ്പോൾ അതിലോരോ പോരായ്മകളുണ്ടാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇവിടെ എവിടെയാണ് കൊടുക്കുക. അപ്പം എന്നാൽ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.